നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റം 2025 12 രാശികൾക്കുണ്ടാകുന്ന ഫലങ്ങൾ, അവയുടെ പരിഹാരങ്ങളാണ് പറയുന്നത്. സശ്രദ്ധം ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ 2025 വ്യാഴമാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വ്യാഴം ഈ വർഷം 2 രാശികളിലേക്കാണ് മാറുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഫലവും അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതായത് 2025 മെയ് മാസം 14-ാം തീയതിയോടുകൂടെ ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവരാശിയിൽ നിന്ന് വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനരാശിയിലേക്ക് മാറുന്നുണ്ട്. അവിടെ കുറച്ചു കാലം നിന്നിട്ട് വ്യാഴത്തിന്റെ വേഗത വർദ്ധിച്ചിട്ട് ഈ 2025 ഒക്ടോബർ മാസം ഒരു 18-ാം തീയതിയോടൊക്കെ അടുപ്പിച്ച് വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനരാശിയിൽ നിന്ന് അതിന്റെ ഉച്ചരാശിയായിട്ടുള്ള ചന്ദ്രന്റെ രാശി കർക്കിടക രാശിയിലേക്ക് പകരുകയാണ്. അവിടെ കുറച്ചു കാലം ഉണ്ടാകും. അതിനുശേഷം വ്യാഴം വീണ്ടും പുറകോട്ട് പോയി, വേഗത കുറഞ്ഞ് പുറകോട്ട് പോയിട്ട് ഈ 2025 തന്നെ ഡിസംബർ മാസം 4-ാം തീയതിയോടുകൂടെ കർക്കിടക രാശിയിൽ നിന്ന് തിരിച്ച് ബുധന്റെ രാശിയായിട്ടുള്ള മിഥുന രാശിയിലേക്ക് വരും. പിന്നെ ആ ബുധന്റെ മിഥുന രാശിയിൽ 2026 ജൂൺ 2-ാം തീയതി വരെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം വ്യാഴത്തിന്റെ പൊതുഫലം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം എന്ന് പറയാമെങ്കിലും ഇതിന്റെ ഇടയിലൊക്കെ രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ രാശിമാറ്റങ്ങളുടെ എല്ലാത്തിന്റെയും ഫലം കൂടെ അപഗ്രഥിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് മേടരാശിക്കാരുടെ ഫലമാണ്. മേടരാശി എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ചേരുന്ന രാശിയാണ് മേടരാശി. നിങ്ങൾക്ക് വ്യാഴം ഈ 2025 മെയ് മാസം 14-ാം തീയതി 2-ാം ഭാവത്തിൽ നിൽക്കുകയായിരുന്ന വ്യാഴം നിങ്ങൾക്ക് 3-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. 3-ാം ഭാവം എന്ന് പറയുന്നത് ബുധന്റെ രാശിയായിട്ടുള്ള മിഥുന രാശിയാണ്. വ്യാഴത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു രാശിയാണ്. അപ്പോൾ 2025 ഫലം പറയുമ്പോൾ മെയ് 14 മുതൽ 2025 മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലം, 2025 മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലം നിങ്ങൾക്ക് കുറച്ച് ഈശ്വരാധീന കുറവുള്ള കാലമാണ്. വ്യാഴം നിങ്ങൾക്ക് അനുകൂലമല്ല. വ്യാഴത്തിന് അതാത് രാശികളിലെ ഫലം പറയണമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ര നല്ലൊരു കാലമല്ല. ഈശ്വരാധീനം കുറച്ച് കുറയുന്ന സമയമാണ്. ചില ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള വിരഹങ്ങൾ, അല്ലെങ്കിൽ അടുത്ത് നിന്നവരിൽ നിന്ന് നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, ഒരു 80 സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് സ്പീഡ് കുറയുന്നത് പോലെ, അതായത് പറഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉന്മേഷക്കുറവ്, ഒരു ധൈര്യക്കുറവ് ഒക്കെ ഉണ്ടാകുന്ന കാലം. ചില ലോണുകളൊക്കെ പെൻഡിങ്ങിലൊക്കെ വന്നു പോകുന്നൊരു സമയം. പിന്നെ അതുപോലെ തന്നെ എത്രയൊക്കെ തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു കാര്യം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, എല്ലാത്തിലും കുഴപ്പങ്ങൾ പിടിപെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ദോഷങ്ങൾ മാറ്റുന്നതിനായി വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു പിടി തുളസി ഇലയെങ്കിലും നിങ്ങൾ നടക്കി വച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തരം ജപിച്ച് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. വളരെ ചെലവ് കുറഞ്ഞ പരിഹാരമാണ്. ഒരുപിടി തുളസിയില നടക്കി വയ്ക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തരം കടകളിൽ വാങ്ങാൻ കിട്ടും. പോയി വാങ്ങിച്ച് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറും. പിന്നെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് തൃക്കൈവെണ്ണയോ പാൽപ്പായസ വഴിപാടുകളോ ഒക്കെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടത്താവുന്നതാണ്. ഇപ്പോൾ ബുധന്റെ രാശിയായിട്ടുള്ള മിഥുന രാശിയിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മേടരാശിക്കാരുടെ ദുരിതങ്ങളൊക്കെ തന്നെ ഒഴുകി പോകും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4-ാം തീയതി വരെ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഒരു 2 മാസത്തോളം കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങൾ, അതായത് കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലുള്ളവർക്ക് അരിഷ്ടങ്ങൾ, അമ്മമാരെ പോലുള്ള ചില സ്ത്രീകൾ ചില അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതത്ര കാര്യമാക്കാനൊന്നുമില്ല, കാരണം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. അതുകൊണ്ട് വ്യാഴം വലിയ ദോഷമൊന്നും ചെയ്യില്ല. അതിനും ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ഭജിച്ചാൽ മതി, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറിപ്പോകും. പിന്നെ ജൂൺ 2-ാം തീയതി വരെ അതിനുശേഷം
ഡിസംബർ 4 മുതൽ ജൂൺ 2 തീയതി വരെയുള്ള, അതാണ് ഞാൻ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആണ്, ജൂൺ 2 വരെയുള്ള കാലഘട്ടം വ്യാഴം വീണ്ടും നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കാണ്. 3-ാം ഭാവത്തിലെ വ്യാഴം ഈശ്വരാധീനം കുറയ്ക്കുന്നതാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രതിസന്ധികളും മാറിക്കിട്ടും. അപ്പോൾ അടുത്തത് ഇടവരാശിയാണ്. കാർത്തികയുടെ അവസാനത്തെ മുക്കാല്, അതായത് കാർത്തിക 3, 4, 5 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൽ ആദ്യത്തെ 2 പാദങ്ങൾ, മകയിരത്തിൽ അര, അതായത് മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളും കൂടെ ചേർന്നതാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം 2025 മെയ് മാസം 14 തീയതി മുതൽ 2025 ഒക്ടോബർ മാസം 18 തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ ഉന്നതിയിലേക്ക് പോകുന്ന തരത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാറിമറിയുകയും നിങ്ങൾക്ക് പുതിയ ജീവിത പന്ഥാവുണ്ടാകുകയും ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ കിട്ടാനുള്ള പൈസ പെൻഡിങ് കിടക്കുന്നവർക്കെല്ലാം പൈസ പെട്ടെന്ന് കിട്ടുകയും കടം കൊടുത്ത പൈസകളൊക്കെ തിരിച്ചു കിട്ടുകയും പിന്നെ അതുപോലെ തന്നെ ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പാസ്സായി കിട്ടുകയും അതൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും. 6-ാം ഭാവത്തിലേക്ക് വ്യാഴം വീക്ഷിക്കുന്നുണ്ട്. 6-ാം ഭാവം ശത്രുസ്ഥാനമാണ്. പഴയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ സാധിക്കും. ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കും. കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പുഷ്പം പോലെ തന്നെ ജയിച്ചു കയറാൻ സാധിക്കുന്ന കാലഘട്ടം. അതിനുശേഷം ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും ശത്രുക്കൾ കുറച്ച് നിങ്ങൾക്കെതിരായിട്ട് മേൽക്കൈ നേടിത്തുടങ്ങും. അവർ പുതിയ ചില ഇത് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില രോഗാവസ്ഥകളും ചില വിരഹങ്ങളും ഒക്കെ വന്ന് പെട്ടെന്ന് ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വീണ്ടും ഡിസംബർ 4 തീയതിയോടുകൂടെ വീണ്ടും നിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി തുടങ്ങും. ശത്രുക്കളുടെ ദോഷം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ജൂൺ 2 തീയതി വരെ മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ഒക്ടോബർ മാസം 18 തീയതി മുതൽ ഡിസംബർ മാസം 4 തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടവരാശിക്കാർ ചെയ്യേണ്ടത് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാൻ നല്ലത് തന്നെയാണ്. ശ്രീകൃഷ്ണനും വിഷ്ണുവും തന്നെയാണ്. പക്ഷെ എന്നാലും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി, വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുകയും അല്ലെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കുകയും വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിച്ച് മഹാവിഷ്ണുവിനെ ഭജിക്കുകയും അതുപോലെ തന്നെ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും ചെയ്ത് സ്വന്തം പേരിൽ നടത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 തീയതി വരെയുള്ള വ്യാഴത്തിൻ്റെ ദോഷകാലഘട്ടം നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. വേറെ ദോഷങ്ങളൊന്നുമില്ല. അപ്പം ഇനി അടുത്ത രാശിയിലേക്ക് പോവുകയാണ്. അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മറ്റേ മിഥുന രാശിക്കാരുടെ ഫലമാണ്. മിഥുന രാശിക്കാരെന്ന് പറയുന്നത് മകയിരത്തിൽ അര അല്ല, അതായത് മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ, പുണർദത്തിൻ്റെ 3, 4, 5 പോലെ 2, 3, 4 പാദങ്ങൾ, അതായത് പുണർദം മുക്കാലും കൂടെ ചേർന്നതാണ് മിഥുന രാശി. ഈ മിഥുന രാശിക്കാർക്ക് 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടങ്ങൾ അത്ര നല്ലതല്ല. അതായത് അവർക്ക് ജന്മവ്യാഴമാണ്. അവർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളും അതുപോലെ തന്നെ ഈശ്വരാധീന കുറവും തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ ആശുപത്രിവാസം ചെയ്യേണ്ട ഒരവസ്ഥയും പിന്നെ അതുപോലെ തന്നെ അവർക്ക് പലവിധമായ ശത്രുതാ ഉപദ്രവങ്ങളും തൊഴിൽ സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ശരീരത്തിൽ രോഗങ്ങൾ പിടിപെടാം, അതല്ല എങ്കിൽ തൊഴിൽ സ്ഥാനത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, സാമ്പത്തിക നഷ്ടങ്ങൾ, വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം, തനിക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ ആശുപത്രിവാസം ചെയ്യേണ്ട ഒരവസ്ഥ വരാം. അതൊക്കെ ഈ 2025 മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെ ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങളുടെ ശാന്തിക്കായിട്ട് മിഥുന രാശിക്കാർ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ്. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിൽ പോയി ശിവന് കൂവളത്തിൻ്റെ ഹാരം ചാർത്തുക, ശിവന്റെ നടയിൽ അഷ്ടോത്തരാർച്ചന നടത്തുക, അതുപോലെ തന്നെ ശിവനാമങ്ങൾ ഉരുവിടുക, ശിവനെ ഭജിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വ്യാഴത്തെ കൊണ്ടുള്ള ദോഷം, നിങ്ങളുടെ ജന്മത്തിൽ വന്നിരിക്കുന്ന ഈശ്വരാധീന കുറവ് നിങ്ങൾക്ക് നല്ലൊരു പരിധി വരെ മാറി. ഈ ലഗ്നത്തിൽ ജന്മത്തിലൊക്കെ വന്നിരിക്കുന്ന ഗ്രഹങ്ങളുടെ പിഴവിനെല്ലാം ശിവനെയാണ് ഭജിക്കേണ്ടത്. അതും പ്രത്യേകിച്ച് മിഥുന രാശിക്കാർ അത് ഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ദോഷങ്ങളൊക്കെ മാറി, നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ രോഗങ്ങൾക്ക് കുറവുണ്ടാകും, നിങ്ങളുടെ കുടുംബക്കാരുടെയും രോഗങ്ങൾക്ക് കുറവുണ്ടാകും. പിന്നെ 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെയുള്ള കാലഘട്ടം നിങ്ങൾക്കൊരു ഇടവേളയാണ്. ആ സമയത്ത് വ്യാഴദോഷം നിങ്ങളെ വിട്ട് ഒരു 2 മാസത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പം ആ സമയത്ത് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ നല്ലൊരു കുറവ് വരും. അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെ അല്പം കുറവുണ്ടാകും. അതിനുശേഷം വീണ്ടും വ്യാഴം നിങ്ങളുടെ ജന്മത്തിലേക്ക് വരും. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ പരിഹാരം ചെയ്യണം. അതായത് ജൂൺ 2 2026 ജൂൺ 2 വരെ വീണ്ടും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവന് കൂവളത്തിൽ ഹാരം ചാർത്തുക, ശിവന്റെ അഷ്ടോത്തര നാമം ജപിക്കുക. അതിന് പറ്റാത്തവർ, സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരോ അല്ലെങ്കിൽ പോകാൻ കഴിയാത്തവരോ അന്നത്തെ ദിവസം നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി ശിവനെ ഭജിക്കുക. ശിവനെ ഭജിച്ചാൽ ദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും. അപ്പോൾ ആ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത് പറയാൻ പോകുന്ന കർക്കിടക രാശിക്കാരുടെ ഫലമാണ്. കർക്കിടക രാശി എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. പുണർത്തത്തിൻ്റെ അവസാനത്തെ കാലം, അതും പിന്നെ പൂയവും ആയില്യവും കൂടെ ചേർന്നതാണ് കർക്കിടക രാശി. ഇപ്പോൾ കർക്കിടക രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർക്കിടക രാശിക്കാർക്ക് വ്യാഴം 12ലേക്കാണ് മാറുന്നത്. ഈ വരുന്ന മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെ വ്യാഴം 12ലേക്കാണ് വരുന്നത്. കർക്കിടക രാശിക്കാർക്ക് പൊതുവിൽ ഈ വർഷം വ്യാഴം മോശം തന്നെയാണ്. അപ്പം 12ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, 1 രൂപ വരുമെങ്കിൽ 2 രൂപയായിട്ട് ചിലവ് വരും, ഇരട്ടി ചിലവുകൾ വരിക, യാത്രാ ദുരിതങ്ങൾ ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ പലതിനും പല സാധനങ്ങളും വഞ്ചിക്കപ്പെടുക, സ്വത്ത് നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള ചില ഫലങ്ങളൊക്കെ ഉണ്ടാകാം. കുറച്ച് കഷ്ടതയുള്ള സമയമാണ്. ഈശ്വരാധീനം കുറയാം, ശരീരത്തിൽ ചില രോഗാവസ്ഥകൾ വരാം, യാത്രാ ദുരിതങ്ങൾ, കുടുംബത്തിൽ പ്രയാസങ്ങളൊക്കെ സംഭവിക്കാം. അത് ഈ വരുന്ന മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് ഫലം. അപ്പോൾ വളരെ മനപ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾ സ്വന്തക്കാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ദോഷങ്ങളുടെ ശാന്തിക്കായി നിങ്ങൾക്ക് ഈ ഉണ്ടാകുന്ന ദോഷങ്ങളുടെ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നുള്ള ആ ദോഷങ്ങളുടെ എല്ലാം ശാന്തിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോവുക. ശിവനെയാണ് ഭജിക്കേണ്ടത്. ശിവക്ഷേത്രത്തിൽ പോയി ശിവന്റെ നടയിൽ അഷ്ടോത്തരാർച്ചനയോ അല്ലെങ്കിൽ ശിവന്റെ നാമങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ശിവന്റെ നടയിൽ നിന്ന് അഷ്ടോത്തരം ജപിക്കുകയോ ഒക്കെ ചെയ്ത് ശിവനെ ഭജിക്കണം. അതുപോലെ തന്നെ ശിവന്റെ നടയിൽ എരുക്കിൻ്റെ ഹാരം വാങ്ങിച്ച് സമർപ്പിക്കുന്നത്, തിങ്കളാഴ്ചകളിൽ വാങ്ങിച്ച് സമർപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കർക്കിടക രാശിക്കാർ ദേഹരക്ഷയൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദേഹരക്ഷ, ഒന്നുമില്ലെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിൽ പോയി അഷ്ടോത്തരാർച്ചനം ചെയ്ത് ഒരു നൂല് ജപിച്ച് ശരതി ധരിക്കുക. അടുത്ത ആഴ്ച പോകുമ്പോൾ വീണ്ടും മാറ്റി പുതിയ നൂല് ധരിക്കുക. ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ ഭജിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ രോഗാവസ്ഥകളും അതുപോലെ തന്നെ നിങ്ങളുടെ മനപ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ മാറിക്കിട്ടും. അതുമാത്രമല്ല, കർക്കിടക രാശിക്കാർക്ക് ഈ ഒക്ടോബർ 18 മുതൽ 2025 ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെ വ്യാഴം വീണ്ടും ജന്മത്തിലാണ് വരുന്നത്. അപ്പോൾ ജന്മ വ്യാഴം വരുമ്പോൾ വീണ്ടും ഈശ്വരാധീനം കുറയും. ഉച്ചരാശി ആണെങ്കിൽ തന്നെയും വലിയ ദോഷം ചെയ്യില്ല എങ്കിലും നിങ്ങൾക്ക് ചില രോഗാവസ്ഥകൾ പിടിപെടാം. മാത്രമല്ല, സ്വന്തക്കാർക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ ആശുപത്രി കയറി ഇറങ്ങേണ്ട അവസ്ഥ വരാം. സാമ്പത്തിക നഷ്ടങ്ങൾ, കുടുംബകലഹങ്ങൾ, മക്കൾക്ക് പ്രയാസം, മക്കളെ കൊണ്ട് ദുഃഖം ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ തന്നെ പോയാൽ മതി. ശിവക്ഷേത്രത്തിൽ പോയി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി പരമശിവ സ്മരണയോടെ, അതിന് പറ്റാത്തവരാണെങ്കിൽ അന്ന് നോൺ വെജൊക്കെ ഒഴിവാക്കി വീട്ടിലിരുന്ന് ശിവനാമം ജപിക്കുന്നതൊക്കെ വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ശിവന്റെ നടയിൽ പോയി ഒരു നൂലെങ്കിലും ജപിച്ച്, അഷ്ടോത്തര മന്ത്രം ജപിച്ച് ഒരു നൂലെങ്കിലും ജപിച്ച് ശരീരത്തിൽ ധരിക്കുന്നത് നിങ്ങൾക്ക് ദേഹരക്ഷ ധരിക്കേണ്ട സമയമാണ്. അപ്പോൾ ഡിസംബർ 4 ശേഷം വീണ്ടും വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് വരും. അപ്പോഴും ഈ പറഞ്ഞ പരിഹാരം തന്നെ ചെയ്താൽ മതി. ശിവക്ഷേത്രത്തിൽ പോയാണ് ഭജനം നടത്തേണ്ടത്. അപ്പോൾ പൊതുവിൽ കർക്കിടക രാശിക്കാർ ഈ വർഷം ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിൽ പോയി ശിവന്റെ നാമം ജപിക്കുകയും ശിവനെ വലം വെച്ച് പ്രാർത്ഥിക്കുകയും
ശിവക്ഷേത്രത്തിൽ വലം വയ്ക്കാൻ അറിയില്ല, അതുപോലെ വലം വെച്ച് പ്രാർത്ഥിക്കുകയും ശിവനെ ഭജിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം കുറയും. അതുപോലെ തന്നെ ജന്മത്തിലൊക്കെ വ്യാഴം വരുന്നത് കൊണ്ട് ശാരീരിക ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. ഇടയ്ക്ക് 12 നിൽക്കുന്ന വ്യാഴം പിന്നെ ഇടയ്ക്ക് കുറച്ചു കാലം ജന്മത്തിൽ വരും. മൊത്തത്തിൽ വ്യാഴം നിങ്ങൾക്ക് പ്രതികൂലമാണ്. ശിവനെ ഭജിച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ മാറിപ്പോകും. അടുത്ത് പറയാൻ പോകുന്ന ചിങ്ങരാശിയുടെ ഫലമാണ്. ചിങ്ങരാശി എന്ന് പറയുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചേരുന്നതാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെ വ്യാഴം അനുകൂലത്തിലും പിന്നീട് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെ വ്യാഴം പ്രതികൂലത്തിലും പിന്നെ വീണ്ടും ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെ വ്യാഴം അനുകൂലത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ചു കാലം പ്രതികൂലമാകുന്നുണ്ട്. അപ്പോൾ വ്യാഴം അനുകൂലമായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ചെയ്യണ്ട, കാരണം രോഗമുണ്ടെങ്കിലല്ലേ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ചിങ്ങരാശിക്കാർക്ക് പുതിയ സാമ്പത്തിക മാർഗങ്ങൾ തുറന്നു കിട്ടും. അതുപോലെ തന്നെ വ്യാഴത്തിനെ കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു അനുകൂലമായിട്ട് വരുന്നതുകൊണ്ട് 11 വ്യാഴം നിൽക്കുന്നുണ്ട്. സമ്പത്തിന് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കും. പിന്നെ അതുപോലെ തന്നെ പുതിയ ജോലി കിട്ടാം. പിന്നെ അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കണമെന്നുള്ളവർക്ക് അത് സാധിക്കും. പക്ഷേ അതിനുവേണ്ടി കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടാകും, കാരണം ശനി കുറച്ച് പ്രതികൂലത്തിലാണ്. അപ്പോൾ വ്യാഴത്തെ കൊണ്ട് പറയുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ചെയ്യാനും ഒക്കെ പറ്റിയ സമയമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വ്യാഴത്തിന് വേണ്ട പരിഹാരങ്ങളൊന്നും ചെയ്യണ്ട, ശനിക്കുള്ള പരിഹാരമൊക്കെ ചെയ്താൽ മതി. ശനി നിങ്ങൾക്ക് പ്രതികൂലമാണല്ലോ. അപ്പോൾ പക്ഷേ വ്യാഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം കുറച്ച് പ്രതികൂലാവസ്ഥയിലാണ്. അപ്പോൾ ഈ പ്രതികൂലാവസ്ഥയിലെന്ന് പറയുമ്പോൾ വ്യാഴമെന്ന് പറയുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില തരത്തിലുള്ള രോഗാവസ്ഥകളും ചില തരത്തിലുള്ള അനാവശ്യ ചെലവുകളും അതുപോലെ തന്നെ യാത്രാ ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടം വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ദോഷങ്ങളുടെ ശാന്തിക്കായിട്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. നിങ്ങൾ വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണുവിൻ്റെ അഷ്ടോത്തര നാമം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവിന് പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ വ്യാഴാഴ്ച ചെയ്യുന്നത് ഈ കുറച്ച് കാലത്തിലെ, അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെയുള്ള വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥയിൽ വളരെ സഹായകരമായിരിക്കും. അപ്പോൾ വ്യാഴത്തെ കൊണ്ട് ആ സമയത്ത് മാത്രം ചെറിയൊരു പരിഹാരം ചെയ്താൽ മതി. പിന്നെ വീണ്ടും വ്യാഴം 2026 ജൂൺ 2 വരെ അനുകൂലത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ആ സമയത്തൊന്നും പിന്നെ പരിഹാരം ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത് പറയാൻ പോകുന്നത് കന്നിരാശിക്കാരുടെ ഫലമാണ്. കന്നിരാശി എന്ന് പറയുന്നത് ഉത്രം മുക്കാല്, ഉത്രത്തിൻ്റെ 1, 2, 3, 4 പാദങ്ങൾ, ഉത്രം മുക്കാലും അത്തവും ചിത്രയിൽ അരയും. ഉത്രം മുക്കാലും അത്തവും ചിത്രയിൽ അരയും. ചിത്രയുടെ 1, 2 പാദങ്ങളും കൂടെ ചേർന്ന 2.25 നക്ഷത്രം വരുന്നതാണ് കന്നിരാശി. അപ്പോൾ കന്നിരാശിക്കാരുടെ ഫലം പറയുകയാണെങ്കിൽ കന്നിരാശിക്കാർക്ക് കർമ്മ സംബന്ധമായിട്ട് അത്ര നല്ല സമയമല്ല. വ്യാഴത്തെ കൊണ്ട് പറയുകയാണെങ്കിൽ കർമ്മ സംബന്ധമായിട്ട് വളരെ മോശമാണ്. ഈ 2025 മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടങ്ങളിൽ കർമ്മ സംബന്ധമായിട്ട് വ്യാഴം അത്ര അനുകൂലമായിരിക്കില്ല. ജോലിയിൽ ചില തരത്തിലുള്ള സസ്പെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ശരിക്ക് തുടരാൻ പറ്റാത്തൊരവസ്ഥ, ജോലിയിൽ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യഘട്ടങ്ങളൊക്കെ ഉണ്ട്. അനുകൂലമല്ലാത്ത ചില ട്രാൻസ്ഫറുകളോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. 10ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ശത്രുരാശിയായിട്ടുള്ള മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കർമ്മ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, കർമ്മ സംബന്ധമായിട്ടുള്ള തൊഴിൽ തടസ്സങ്ങൾ എന്നിവ മാറുന്നതിനായിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാണ് പരിഹാരം ചെയ്യേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയിൽ പോയി തുളസിഹാരം ഭഗവാന് ചാർത്തി വഴിപാട് നടത്തണം. അതുപോലെ തന്നെ ഗോപാലമന്ത്രം, അതുപോലെ തന്നെ ഗോപാല സൂക്തമൊക്കെ ജപിച്ച് അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഗോപാലമന്ത്രങ്ങൾ പലതുണ്ട്. അതിൽ ഗോപാലമന്ത്രം, രാജഗോപാല മന്ത്രം ജപിച്ചൊക്കെ ശ്രീകൃഷ്ണൻ അർച്ചന ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ അനുകൂലമായിരിക്കും.
അപ്പോൾ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തുളസിഹാരം ചാർത്തി ഭഗവാനെ ഭജിക്കുക. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ തന്നെ മാറി അനുകൂലാവസ്ഥ വരും. പിന്നെ കന്നിരാശിക്കാർക്ക് വ്യാഴം ഈ പറയുന്നത് പോലെ തന്നെ മെയ് 14-ാം തീയതി മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടത്തിൽ 10-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൊതുവിലൊരു ഉന്മേഷക്കുറവും അതുപോലെ തന്നെ ശത്രുതാ സംബന്ധമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലസത, ഒരു കാര്യം ചെയ്യാൻ തോന്നാത്ത രീതിയിൽ ഒരലസത, അതുപോലെ തന്നെ ചുമ്മാ ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്നൊരവസ്ഥ, ഉള്ള ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പ്രൈവറ്റ് ജോലിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കേണ്ട കാലമാണ്. കന്നിരാശിക്കാരെ സൂക്ഷിക്കണം. അപ്പോൾ പ്രൈവറ്റ് ഉദ്യോഗമാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയാണ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എപ്പോഴും വേണമെങ്കിലും പിരിച്ചുവിടാമല്ലോ. പിരിച്ചുവിടൽ പോലുള്ള നടപടികൾക്കെല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ദോഷശാന്തിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോയി ഭഗവാനെ തുളസിഹാരം ചാർത്തി പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ തന്നെ മാറും. പിന്നീട് വ്യാഴം അനുകൂലത്തിൽ കുറച്ച് കാലം ഉണ്ടാകും. അതായത് 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4-ാം തീയതി വരെ വ്യാഴം അനുകൂലത്തിലാണ്. ആ സമയത്താവുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും. പിന്നെ വീണ്ടും ഡിസംബർ 4-ാം തീയതി മുതൽ 2026 ജൂൺ 2 വരെ വ്യാഴം പ്രതികൂലത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തുളസിഹാരം നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഗോപാല മന്ത്രങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണൻ അർച്ചന ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ തർക്കങ്ങളിലൊന്നും ചെന്ന് പെടാതെ സൂക്ഷിക്കുക. ഈ പറഞ്ഞ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. കന്നിരാശിക്കാരുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും. അടുത്ത് പറയാൻ പോകുന്ന തുലാരാശിയാണ്. തുലാരാശിക്കാർക്ക് വ്യാഴം പൊതുവിൽ അനുകൂലത്തിലാണ് വരുന്നത്. തുലാരാശി എന്ന് പറയുന്നത് ചിത്രയുടെ അവസാനത്തെ 2 പാദങ്ങൾ, അതായത് ചിത്ര 3-4 പാദങ്ങൾ, ചിത്രയിൽ അവസാനത്തെ അരയെന്ന് പറയാം. ചിത്രയിൽ അര, ചോതി, വിശാഖം മുക്കാൽ. വിശാഖം മുക്കാൽ എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് തുലാരാശി. തുലാരാശിക്കാർ വ്യാഴം അഷ്ടമത്തിലായിരുന്നവർക്ക്, പക്ഷേ ഇപ്പോൾ അഷ്ടമത്തിൽ നിന്നൊക്കെ മാറി. അഷ്ടമത്തിൽ നിന്ന് മാറി വ്യാഴം ഭാഗ്യഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ മെയ് 14-ാം തീയതി മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് തുലാരാശിക്കാർക്ക് വളരെ നല്ല സമയമാണ്. വളരെ ഭാഗ്യാവസ്ഥ ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുക, വസ്തു വാങ്ങുക, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുക, സകല വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും, നിങ്ങളെ ഇതുവരെ ഉപദ്രവിച്ചിരുന്ന ശത്രുക്കളെല്ലാം നിങ്ങളെ മുന്നിൽ പരാജയപ്പെട്ടു പോവുക, നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുക, ലോട്ടറി മുടങ്ങിയ ചില ഭാഗ്യാവസ്ഥകൾ ഉണ്ടാകുക, വളരെ പെട്ടെന്ന് തന്നെ കിട്ടാതെ കിടന്നിരുന്ന ധനം അത്ഭുതകരമായി കിട്ടുക, പുതിയ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവുക, നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, ഇതൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട, ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് അത് അനുഭവിക്കുക. പിന്നീട് വ്യാഴം 10-ാം ഭാവത്തിലേക്ക് വരും. പക്ഷെ 10-ാം ഭാവത്തിലേക്ക് വന്നാലും തുലാരാശിക്കാർക്ക് 10-ൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല. ചില തരത്തിലുള്ള യാത്രാ പ്രശ്നങ്ങളും ചില തൊഴിലിൽ തന്നെ കുറച്ച് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വലിയ ഉപദ്രവങ്ങളൊന്നും വ്യാഴം ചെയ്യില്ല. അഥവാ അങ്ങനെയുള്ള ചെറിയ ദോഷങ്ങൾ വ്യാഴം കാരണം ഉണ്ടാകും. 10-ൽ വ്യാഴം വരുന്നതുകൊണ്ട്, വ്യാഴം എന്ന് പറയുന്ന 10-ൽ വരുന്നത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെയുള്ള ആ ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ. 10-ൽ വ്യാഴം വരുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ആ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവിനെ ഭജിച്ചാൽ ആ ദോഷങ്ങളൊക്കെ തന്നെ മാറിപ്പോകും. പിന്നീട് വീണ്ടും വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഡിസംബർ 4-ാം തീയതി മുതൽ ഏതാണ്ട് 2022 ജൂൺ 2 വരെ വീണ്ടും വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് തന്നെയാണ് വരുന്നത്. വളരെ ഭാഗ്യം കൊടുക്കുന്ന ഒരു സമയമാണ് പിന്നീട് വരുന്നത്. നിങ്ങൾക്കുണ്ടായിരുന്ന തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പുരോഗതിയും, പുതിയ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്രമിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് നല്ല ജോലി കിട്ടുകയും, ജോലിയിലുള്ളവർക്ക് തന്നെ പ്രൊമോഷൻ ലഭിക്കുകയും, പിന്നെ അതുപോലെ തന്നെ രാജതുല്യ പദവിയും, നല്ല വാക്കുകൾ സംസാരിച്ച് മറ്റുള്ളവരെ മനം മയക്കി അവർക്ക് സന്തോഷമുണ്ടാക്കി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ വരികയൊക്കെ ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് നല്ല നല്ല സുഹൃത്തുക്കളുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വിൽപ്പനയൊക്കെ നടക്കും. എല്ലാവിധത്തിലുള്ള ഗുണാനുഭവങ്ങൾക്കും ഉള്ളൊരു സമയമാണ്.
അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത് പറയാൻ പോകുന്ന വൃശ്ചിക രാശിയുടെ ഫലമാണ്. വൃശ്ചിക രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാലും അനിഴവും തൃക്കേട്ടയും കൂടെ ചേർന്നതാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഇതുവരെ വ്യാഴം അനുകൂലത്തിലായിരുന്നു. പക്ഷേ ഈ 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയുള്ളൊരു കാലഘട്ടം നിങ്ങൾക്ക് വളരെ മോശം കാലഘട്ടമാണ്. അതിനുശേഷം കുറച്ചൊരിടവേള വരുമെങ്കിലും വീണ്ടും ദോഷം തന്നെയാണ് വരുന്നത്. അപ്പം വൃശ്ചിക രാശിക്കാർ പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. അഷ്ടമ വ്യാഴക്കാലം എന്ന് പറയുന്ന ഒരു വ്യാഴത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് നല്ല മാനസിക പിരിമുറുക്കങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ സമയങ്ങൾ. അതിനുശേഷം 2025 ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെയുള്ളൊരു കാലഘട്ടത്തിൽ ചെറിയൊരു ഇടവേള, ചെറിയൊരു ആശ്വാസം ലഭിക്കുമെങ്കിലും വീണ്ടും നിങ്ങൾ അഷ്ടമ വ്യാഴത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വരുന്ന മെയ് മാസം 14 തീയതി മുതൽ 2025 മെയ് 14 മുതൽ 2026 ജൂൺ 2 വരെ നിങ്ങൾക്ക് വ്യാഴം ദോഷമെന്ന് തന്നെ പറയണം. വ്യാഴം നിങ്ങൾക്ക് വളരെ മോശമാണ്. ബുധൻ്റെ രാശിയിൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ശരീരത്തിൽ നല്ല രോഗാവസ്ഥകൾ വരാം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാം, വീട്ടിലുള്ളവർക്ക് അസുഖങ്ങൾ വരാം, എന്തെങ്കിലും വലിയ നിയമക്കുരുക്കുകളിൽപ്പെട്ട് മനസ്സിൽ ടെൻഷൻ ഉണ്ടാകാം, മാനസികമായിട്ട് വളരെ ടെൻഷനും ദുഃഖവുമൊക്കെ ഉണ്ടാകാം, ബന്ധുക്കൾ ഇഷ്ടജനങ്ങളുടെ വിയോഗാദി ദുഃഖങ്ങളുണ്ടാകാം, അത് കാരണം മാനസിക ടെൻഷൻസ് ഉണ്ടാകാം. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ പല കാര്യങ്ങളിലും പോയി കെഞ്ചേണ്ട അല്ലെങ്കിൽ ഇരക്കേണ്ട അവസ്ഥകൾ അങ്ങനെയൊക്കെ വന്നു ചേരാം. അപ്പോൾ വാക്ക് കാരണം പ്രശ്നങ്ങൾ സംഭവിക്കാം. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് പിടിക്കാതെ വന്നിട്ട് അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വരുത്തി വയ്ക്കും. നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കവും മനസ്സിലെ ടെൻഷനും മാനസിക ദുഃഖവും ആണ് ഈ വ്യാഴം ചെയ്യുന്നത്. ഈ കുറച്ചു കാലം, അതായത് ഈ ഒരു വർഷക്കാലം, ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ചില്ലറ. മെയ് 14 മുതലാണ് വ്യാഴം മാറുന്നതെങ്കിലും ഏപ്രിൽ 14 മുതലേ തുടങ്ങി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വ്യാഴം ഒരു രാശി മാറുന്നതിന് ഒരു മാസം മുമ്പേ തന്നെ ഫലം കാണിച്ചു തുടങ്ങും. അപ്പോൾ വരുന്ന 2026 ജൂൺ 2 തീയതി വരെ, അതായത് ഒരു വർഷം ചില്ലറ നിങ്ങൾക്ക് വ്യാഴം ദോഷം തന്നെയാണ്. 2025 മെയ് 14 മുതൽ 2026 ജൂൺ 2 തീയതി വരെ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 2 ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോകണം. ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ മന്ത്രജപം ഒക്കെ ചെയ്യണം. ശിവഭഗവാന് കൂവളത്തിൻ്റെ ഹാരം വാങ്ങിച്ച് സമർപ്പിക്കണം. അതിന് കഴിയാത്തവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി അന്ന് നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഈ ഒരു വർഷമേ നോൺ വെജ് ഫുഡ് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നത്. കാരണം വ്യാഴം അത്ര പ്രതികൂല അവസ്ഥയിലാണ്. അപ്പം നിങ്ങൾ നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ ഭജിച്ച് മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ജപിച്ച് ശിവന് കൂവളത്തിൻ്റെ ഹാരം ചേർത്ത്, അതിന് പറ്റാത്തവരാണെങ്കിൽ വെറുതെ നിങ്ങൾ അവിടെ പോയി നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി അവിടെ പോയി ശിവൻ്റെ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. പറ്റുമെങ്കിൽ ഒരു കൂവളത്തില വാങ്ങിച്ച് ഒരു കൂവളത്തില നടക്കി വെച്ചെങ്കിലും പ്രാർത്ഥിക്കുക. ശിവൻ വളരെയേറെ പ്രസാദിക്കുന്നതാണ് കൂവളത്തിലയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശിവസ്മരണയോടുകൂടെ ഭഗവാൻ ശിവനെ സ്മരിച്ചുകൊണ്ട് ശിവൻ്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ശിവസ്മരണയോടുകൂടെ നിങ്ങൾ ഈ ഒരു വർഷം തള്ളി നിൽക്കുക. 2025 മെയ് 14 മുതൽ 2026 ജൂൺ 2 വരെയുള്ള കാലഘട്ടം ഭഗവാൻ പരമശിവനെ സ്മരിച്ചുകൊണ്ട് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് നോൺ വെജ് ഫുഡുകളൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയെങ്കിലും നോൺ വെജ് ഫുഡ് ഒഴിവാക്കി വെച്ച് ശിവക്ഷേത്രത്തിൽ പോകണം. നല്ല ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷനൊക്കെ ഓവർകം ചെയ്ത് വരുന്നതിന് വേണ്ടി ശിവഭഗവാനെയാണ് സ്മരിക്കേണ്ടത്, ശിവഭഗവാനെയാണ് ഭജിക്കേണ്ടത്. എല്ലാവിധ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് അങ്ങനെ ചെയ്താൽ. പിന്നെ പുതിയ വസ്തു വാങ്ങാൻ അഡ്വാൻസൊക്കെ കൊടുക്കരുത്, ആർക്കും കടം കൊടുക്കരുത്. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ദുരിതങ്ങളുണ്ടാകും. അത് കാരണം ആർക്കും കടമൊന്നും സാധനങ്ങളിൽ കൊടുക്കരുത്. പിന്നെ അതുപോലെ ബിസിനസ് കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം.
വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് സൂക്ഷിക്കണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് അത് ഇൻഫെക്ഷനായി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് പല ദീർഘദൂര യാത്രകളും പോകരുത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിദേശങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വൃശ്ചിക രാശിക്കാരാണെങ്കിൽ ഈ വർഷം നിങ്ങൾ വിദേശയാത്രകൾ ഒഴിവാക്കുക. ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവർ, വണ്ടി ഓട്ടിക്കുന്നവരാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓട്ടിക്കുക, സ്പീഡ് കുറയ്ക്കുക. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇത്തിരി നേരത്തെ എത്തണമെന്ന് വിചാരിച്ച് സ്പീഡ് കൂട്ടിപ്പോകും. പക്ഷെ ആ സമയത്ത് 8 വ്യാഴം നിൽക്കുകയാണ്, പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും സ്പീഡ് കൂട്ടി വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുകയും പ്രശ്നം ഉണ്ടാകുകയും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തൊഴിൽ ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളിലും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും എല്ലാം സൂക്ഷിച്ച് വേണം. അപ്പോൾ ശിവസ്മരണയോടെ തന്നെ ജീവിക്കണം. അതുപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ, ഇലക്ട്രിസിറ്റി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരൊക്കെ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ അതൊക്കെയാണ് വൃശ്ചിക രാശിക്കാരുടെ ഫലം. വൃശ്ചിക രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമുള്ളത്. പിന്നെ വരുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽ ഭാഗം ചേരുന്നതാണ് ധനുരാശി. 2.25 നക്ഷത്രമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം അനുകൂല ഭാവത്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് ദാമ്പത്യ സുഖമുണ്ടാകും, നിങ്ങൾക്ക് യാത്രകളിലൂടെ നേട്ടങ്ങളുണ്ടാകും, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നടക്കും. നിങ്ങൾക്ക് എപ്പോഴും ഒരു സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ആഭരണങ്ങൾ, പുതിയ പുതിയ വീട്ടു സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ കഴിയുന്നവർക്ക്, അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങാൻ സാധിക്കും. വസ്തു വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുരോഗതി ഉണ്ടാവും. ഈ 2025 മെയ് 14 മുതൽ മെയ് 18 വരെയുള്ള ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടം. 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും. പിന്നീട് 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെയുള്ള കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ വ്യാഴം അഷ്ടമത്തിലേക്കാണ് പോകുന്നത്. അഷ്ടമത്തിലേക്ക് പോകുന്നെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല. കാരണം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. എന്നിരിക്കലും ആ സമയങ്ങളിൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭജനം ചെയ്യുന്നത് നല്ലതാണ്. 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെയുള്ള കാലഘട്ടങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭജനം ചെയ്യുന്നത്, ശിവന്റെ കീർത്തനങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ സമയത്ത് വ്യാഴം അഷ്ടമത്തിൽ വരുന്നത് കൊണ്ടാണ് ചില തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ടെൻഷനും രോഗങ്ങളും ഒക്കെ വരാം. അതൊന്ന് സൂക്ഷിക്കുക. അതിനുശേഷം വീണ്ടും വ്യാഴം അനുകൂലത്തിലാണ്. 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം 7ാം ഭാവത്തിൽ തന്നെ വരും. നിങ്ങൾക്ക് വീണ്ടും ഗുണകരമായ അവസ്ഥ വരും. വേറെ പേടിക്കാനൊന്നുമില്ല. ഇനി പറയാൻ പോകുന്നത് മകരരാശിയാണ്. മകരരാശി എന്ന് പറയുന്നത് ഉത്രാടം മുക്കാല്, ഉത്രാടത്തിന്റെ അവസാനത്തെ 2, 3, 4 പാദങ്ങള്, പിന്നെ അതുപോലെ തിരുവോണവും അവിട്ടത്തിലരയും, അവിട്ടത്തിന്റെ 1, 2 പാദങ്ങളും കൂടെ ചേർന്നതാണ് കരയും ജലവും ചേർന്ന രാശിയായിട്ടുള്ള മകരരാശി. അപ്പൊ മകരരാശി എന്ന് പറയുന്ന വ്യാഴത്തിന്റെ നീചരാശിയാണ്. അപ്പൊ വ്യാഴത്തിന്റെ നീചരാശിയാണ് മകരം. അപ്പം മകരരാശിക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഇതുവരെ നിങ്ങൾക്ക് വ്യാഴം അനുകൂലത്തിലായിരുന്നു, ഇനി നിങ്ങൾക്ക് വ്യാഴം പ്രതികൂലത്തിലാവുകയാണ്, 6ാം ഭാവത്തിലേക്ക്. 6ാം ഭാവം എന്ന് പറയുന്ന ശത്രുസ്ഥാനമാണ്. അപ്പൊ ശത്രുഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ, ശത്രുഭാവാധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദോഷം ചെയ്യും. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ശത്രുതയൊക്കെ ഉണ്ടാവും. ഉന്നത അധികാരികൾ നിങ്ങൾക്ക് പ്രതികൂലമായി ചിന്തിക്കും, നിങ്ങൾക്ക് പ്രതികൂലമായിട്ടൊക്കെ പ്രവർത്തിക്കും. അതിൽ അവർ വിജയിക്കുകയും ചെയ്യും. നിങ്ങളെ ശത്രുക്കളെ എതിരിടാൻ പറ്റിയൊരു സമയമൊന്നുമല്ല. ശത്രുക്കളെ എതിരിട്ടാൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കാം. അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ. അപ്പൊ ശത്രുതാ ദോഷങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, കൊടുത്ത കടം കൊടുക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. ചില തരത്തിലുള്ള രോഗാവസ്ഥകൾ, ഭക്ഷണമൊക്കെ കഴിച്ച് അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന രോഗാവസ്ഥകളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു സമയം തന്നെയാണ്. 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ദോഷം തന്നെയാണ്. മകരരാശിക്കാർക്ക് മെയ് 14 മുതൽ 2025 മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെ വ്യാഴം ദോഷം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവിന് സുദർശന മന്ത്രം കൊണ്ട് അർച്ചന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ
സുദർശന യന്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ സുദർശന മന്ത്രം ജപിച്ച് വിഷ്ണുവിനെ പൂജിക്കുന്നതും, അല്ലെങ്കിൽ വിഷ്ണുവിന് തുളസി ഹാരം സമർപ്പിക്കുക, തുളസി ഇല സമർപ്പിക്കുക, ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പോകാവുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോയി ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി സുദർശന മന്ത്രം ജപിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളുമൊക്കെ തന്നെ മാറി നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനുശേഷം 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെ വ്യാഴം നിങ്ങൾക്ക് അല്പം അനുകൂലത്തിലാവും. അനുകൂലത്തിലാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് പരിപൂർണ്ണ അനുകൂലമൊന്നും വിചാരിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെ വീണ്ടും വ്യാഴം ഈ 6ാം ഭാവത്തിലേക്ക് തന്നെ വരും, പ്രതികൂലമാണ്. അപ്പം 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി സുദർശന മന്ത്രം കൊണ്ട് വിഷ്ണുവിന് വഴിപാടുകൾ സമർപ്പിക്കുക, സുദർശന മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. അതുപോലെ തന്നെ തുളസിഹാരം അല്ലെങ്കിൽ തുളസി ഇല നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക. പിന്നെ കഴിയുന്നിടത്തോളം നോൺ വെജ് ഫുഡ് ഒഴിവാക്കുക. അതായത് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ ഭജനം ചെയ്യുമ്പോൾ വിഷ്ണുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നോൺ വെജ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം നോൺ വെജ് ഫുഡ് ഒഴിവാക്കിയിട്ട് വിഷ്ണു ഭജനം ചെയ്ത് കഴിയേണ്ട കാലഘട്ടമാണ്. 2026 മെയ് 14 മുതൽ 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയും, പിന്നീട് 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെയും നിങ്ങൾ വിഷ്ണു ഭജനം ചെയ്ത് കഴിയേണ്ട കാലഘട്ടമാണ്. വ്യാഴം കുറച്ച് ദോഷഭാവത്തിലേക്കാണ് ആ സമയത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കുംഭരാശിക്കാരുടെ ഫലമാണ്. കുംഭരാശിക്കാർക്ക് വ്യാഴം ഇതുവരെ പ്രതികൂലത്തിൽ തന്നെ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് വ്യാഴം അനുകൂലത്തിൽ വരാൻ പോവുകയാണ്. അതായത് ഈ 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടങ്ങളിൽ വ്യാഴം 4 നിന്നിരുന്ന വ്യാഴം നിങ്ങൾക്ക് 5ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസിക സന്തോഷവും ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള അവസ്ഥയും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ലോണുകളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുകയും നിങ്ങൾക്ക് ധനാഗമന മാർഗങ്ങൾ പല വഴികളിൽ നിന്ന് തുറന്നു കിട്ടുകയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാവസ്ഥകളൊക്കെ മാറി നിങ്ങൾക്ക് രോഗങ്ങളൊക്കെ മാറി നല്ലൊരവസ്ഥ, നല്ല ശാരീരിക സ്ഥിതി ഉണ്ടാവുകയും ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. നിങ്ങൾ പ്രണയത്തിലിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രണയം സാഫല്യമാകുന്ന കാലമാണ് കുംഭരാശിക്കാർക്ക്. നിങ്ങൾക്ക് 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയും, അതുപോലെ തന്നെ 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെ, അത്രയും ദീർഘമായൊരു കാലഘട്ടവും വ്യാഴം നല്ല അനുകൂലത്തിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വർഷം മൊത്തത്തിൽ തന്നെ ഭാഗ്യാനുഭവമാണ്. നിങ്ങൾ വലിയ പരിഹാരങ്ങളൊന്നും ചെയ്യണ്ട. ഇതിനിടയിൽ വെച്ച് 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെ വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ തന്നെയും അത് വലിയ പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല. കാരണം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അഥവാ ആ സമയത്ത് വ്യാഴം പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി സുദർശന മന്ത്രം കൊണ്ട് വിഷ്ണുവിന് അർച്ചന ചെയ്യുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി സുദർശന മന്ത്രം കൊണ്ട് വിഷ്ണുവിന് അർച്ചന ചെയ്യുക. ആ ഇടക്കാലത്തുള്ള വ്യാഴത്തിൻ്റെ ദോഷങ്ങളൊക്കെ തന്നെ മാറി. നിങ്ങൾക്ക് വാസ്തവത്തിൽ കുംഭരാശിക്കാരെന്ന് പറയുമ്പോൾ അവിട്ടത്തിൽ അരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ചേർന്നതാണ് കുംഭരാശി. കുംഭരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ്. അവിട്ടത്തിൽ അര എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ അരഭാഗമാണ്. അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങൾ, ചതയം നക്ഷത്രം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം. പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും കൂടെ ചേർന്നതാണ് കുംഭരാശിയിൽ വരുന്നത്. ഇവർക്കൊക്കെയാണ് ഞാൻ ഈ നല്ലത് വരുമെന്ന് പറയുന്നത്. ഒരു വർഷക്കാലം നിങ്ങൾ വ്യാഴം അനുകൂലത്തിൽ നിന്ന് തന്നെ ധരിക്കുക. വ്യാഴം എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നൽകും.
നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യാഴം നടത്തിത്തരും. അതുപോലെ തന്നെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സമയദോഷം എന്ന് പറയുന്നത്, അത് വ്യാഴം പ്രതികൂലത്തിലാകുന്നതെന്ന് പറയുന്ന മറ്റേ നിങ്ങൾക്ക് 7 ശനി തീർന്നിട്ടൊന്നുമില്ല, എങ്കിലും 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെ വ്യാഴം 6 വരുമെങ്കിലും വലിയ ദോഷമൊന്നും ചെയ്യില്ല. ആ സമയത്ത് പറഞ്ഞ പോലെ സുദർശന മന്ത്രമൊക്കെ ജപിച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ വലിയ ദോഷങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ല. കുംഭരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലകരമാണ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മീനരാശിക്കാരുടെ ഫലമാണ്. മീനരാശിക്കാർക്ക് വലിയ ദോഷമൊന്നും പറയാനില്ല, എങ്കിലും ദോഷമുണ്ട്. മീനരാശിക്കാർക്ക് ഒരു ജന്മശനി വരുന്നുണ്ട്, അത് വലിയ ദോഷമാണ്. മീനരാശി എന്ന് പറയുന്നത് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാലം, ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനരാശി. അപ്പം മീനരാശിക്കാർക്ക് വ്യാഴമെന്ന് പറയുന്നത് കുറച്ച് 4-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അത് ജന്മശനിയാണ്, അവർക്ക് ജന്മശനി ദോഷം തന്നെയാണ്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നും, അടുത്ത ബന്ധുക്കളിൽ നിന്നും മറ്റും, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് മാത്രമല്ല, അമ്മമാരെ പോലുള്ള സ്ത്രീകൾക്ക് ദുരിതങ്ങൾ വരാം. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ, വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥകൾ വരാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ അലങ്കോലമായി തീരുന്നൊരവസ്ഥ വരാം. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരാം. നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എപ്പോഴും ദുരിതങ്ങൾ ഇങ്ങനെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം മീനരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ രാശിയുടെ അധിപൻ തന്നെയാണ് വ്യാഴം. ആ വ്യാഴമാണ് നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ മറഞ്ഞു പോകുന്നത്. അർദ്ധാഷ്ടമം എന്ന് പറയാം. സ്ത്രീകളെ കൊണ്ട് പ്രയാസങ്ങളുണ്ടാകും. സ്ത്രീജനങ്ങളെ കൊണ്ടോ വീട്ടിലിരിക്കുന്നവരെ കൊണ്ടൊക്കെ വലിയ പ്രയാസങ്ങൾ, മാനസിക ദുഃഖങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രയാസം ഉണ്ടാകാം. ജീവിതത്തിലൊരു സുഖം ലഭിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥകൾ, അലച്ചിലുകൾ, ഒരു ചായ എടുത്ത് വെച്ചാൽ പോലും അത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ബിസിനസ്സിൽ പരാജയങ്ങൾ, നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാൻ 2025 മെയ് 14 മുതൽ 2025 ഒക്ടോബർ 18 വരെ വ്യാഴം പ്രതികൂലാവസ്ഥയിലാണ്. തുടർന്ന് വീണ്ടും 2025 ഡിസംബർ 4 മുതൽ 2026 ജൂൺ 2 വരെയും വ്യാഴം പ്രതികൂലത്തിലാണ്. 4 തന്നെയാണ്. അർദ്ധാഷ്ടമം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളുടെ ശാന്തിക്കായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോയി പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുകയാണ് വേണം. വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക. പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കുക. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ അഷ്ടോത്തരം ജപിക്കുക, ശ്രീകൃഷ്ണനെ ഭജിക്കുക. അതുപോലെ തന്നെ തുളസി ഇല നടക്കി വെക്കുന്നത് വിഷ്ണുവിന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് വളരെ പ്രീതികരമായിട്ടുള്ള വഴിപാടാണ്. അതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കൊള്ളണം. ഇടയ്ക്കുള്ള കുറച്ചു കാലം നിങ്ങൾക്കൊരാശ്വാസം കിട്ടും. അതായത് 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 4 വരെ നിങ്ങൾക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ വരും. ആ സമയത്ത് ഇടയ്ക്കൊരു ചെറിയ ആശ്വാസം, നിങ്ങൾക്ക് ചെറിയ മാനസിക സന്തോഷവും, ആ സമയത്ത് നടക്കാതിരുന്നൊരു കാര്യം നടന്നു കിട്ടുകയും ചെറിയൊരു ആശ്വാസം, ജോലി സ്ഥലത്താണെങ്കിലും ശാരീരിക അവസ്ഥയിലാണെങ്കിലും പെട്ടെന്നൊരു ആശ്വാസമൊക്കെ ഉണ്ടാവും. അത് വീണ്ടും മാറുകയാണ്. വീണ്ടും 2025 ഡിസംബർ 4-ാം തീയതി മുതൽ വീണ്ടും വ്യാഴം പ്രതികൂലത്തിൽ തന്നെ വരും. 2026 ജൂൺ 2 വരെ വീണ്ടും വ്യാഴം പ്രതികൂലത്തിൽ വരുന്നതുകൊണ്ട് വീണ്ടും ദോഷമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുക. ഇനി ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ വ്യാഴാഴ്ച നോൺ വെജ് ഫുഡൊക്കെ ഒഴിവാക്കി നിങ്ങൾ അന്ന് വിഷ്ണുവിനെ ഭജിക്കുക. കാലത്തും വൈകിട്ടും വിളക്ക് കത്തിച്ച് വെച്ച് വിഷ്ണുവിനെ ഭജിക്കണം. വിഷ്ണുവിനെ ഭജിച്ചാൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഭജിച്ചാൽ ദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ മീനരാശിക്കാരെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എടുപിടിയെന്ന് പറഞ്ഞാൽ ചാടിക്കയറി നിങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകാവൂ. ജന്മത്തിൽ നിൽക്കുന്ന ശനിയുണ്ട്, നിങ്ങൾക്ക് ദോഷകരമാണ്. അപ്പോൾ 12 രാശിയുടെയും ഫലമായി എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.